ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് തൃക്കൈപ്പറ്റ നെല്ലിമാളത്ത് നിർമ്മിച്ച വീടുകളുടെയും സ്ഥലത്തിന്റെയും സംരക്ഷണ ഭിത്തി തകർന്നുണ്ടായ അപകടത്തിൽ സമീപവാസികളായ ഉന്നതി നിവാസികളുടെ 2 പശുക്കൾ ചത്തു. ലീഗിന്റെ ഭവന പദ്ധതിയോട് തൊട്ടുചേർന്നു കിടക്കുന്ന കരകപ്പുര കുറുമ ഉന്നതിയിലെ ഇന്ദ്രന്റെ പശുക്കളാണ് ചത്തത്. 1-ാം ഘട്ടത്തിൽ മുസ്ലിം ലീഗ് കൈമാറിയ വീടുകളുടെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് മൂലം വലിയ ആശങ്കയിലാണ് നിലവിൽ തൊട്ടടുത്തു താമസിക്കുന്ന ഉന്നതി നിവാസികൾ. ആകെ 3 വീടുകളാണ് ഇവിടെയുള്ളത്. ഭിത്തി തകർന്നു വീണതോടെ വലിയ ആശങ്കയിലാണ് നിലവിൽ ഇവർ ഇപ്പോൾ ഇവിടെ കഴിയുന്നത്. ഭിത്തിക്ക് തൊട്ട് സമീപത്തായി നിർമ്മിക്കുന്ന കൂറ്റൻ വാട്ടർ ടാങ്കും ഇവരിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ശക്തമായ മഴയുണ്ടാകുമ്പോൾ നിലവിലെ വലിയ ആശങ്കയാണ് ഇവർ പലപ്പോഴും നേരിടുന്നത്. മഴ ശക്തമാകുമ്പോൾ വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും വലിയ രീതിയിൽ ചളിയും വെള്ളവും വീടുകളുടെ പരിസരത്തേക്ക് എത്തുകയാണെന്നും ഇവിടെയുള്ള താമസക്കാർ പറയുന്നു. പഞ്ചായത്തിലും വില്ലേജിലും ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതിപ്പെട്ടിട്ടും വിഷയത്തിൽ വേണ്ട നടപടി ഉണ്ടായിട്ടില്ല എന്നും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അത് ഞങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഇതോടെ കേട്ടതോടെ ഞങ്ങൾക്ക് ഭയങ്കര ഇവിടെ നിൽക്കാൻ തന്നെ തോന്നുന്നില്ല. ഭയങ്കര പേടിയാണ്. പ്രായമായ അമ്മയല്ലേ അകത്ത്, ഞാനും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ കുട്ടികൾ ദൂരെ ജോലി കിട്ടി അവരവിടെയാണ്. രാത്രിയൊക്കെ മഴ പെയ്ത് ഞങ്ങൾ എന്താക്കാന്ന് ഞങ്ങൾക്ക് ഒരു നിശ്ചയമില്ല. കെട്ടുമ്പോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വിചാരിച്ച് ഇത്രയും പൊക്കത്തൊന്നും കെട്ടൂല, പിന്നെ അതുപോലെ ഇത്രയും പൊക്കൊന്നും ഞങ്ങൾ കെട്ടൂല എന്ന് അവര് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കെട്ടിപ്പോക്കിയവരാണ് ഞങ്ങൾ കാണുന്നത് തന്നെ. അങ്ങനെയാണ്. പരാതിയൊക്കെ ഇവര് കൊടുത്തിട്ടുണ്ട്. ഇളയച്ചന്മാരും അനിയത്തിമാരും എല്ലാരും കൊടുത്തിരുന്നു. എന്നിട്ട് അങ്ങനെ അന്വേഷണത്തിൽ നോക്കി അവര് പോയി. അതിനെ പറ്റിയൊന്നും ഇതായിട്ടൊന്നുമില്ല, തീരുമാനം എടുത്തിട്ടില്ല. അവിടെ ഇരുന്ന് 2 പശുക്കിടാവ് ചത്ത്. അതുകൊണ്ട് അതോടെയാണ് പേടി പിടിച്ചത്. മഴയത്തൊക്കെ ഇപ്പം മഴ വരുന്ന കാണുമ്പോൾ പേടിയാണ്. ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇത്രയും വീടിൻ്റെ അടുത്തായതുകൊണ്ടാണ്. വിട്ടൊന്നല്ല, ദൂരമൊന്നല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത്രയും പേടി പിടിച്ചത്. പിന്നെ പ്രായമായ അമ്മയും കൊണ്ട് രാത്രി എന്തെങ്കിലും ഇതായാലും എന്ത് ചെയ്യും? അതാണ്. അവരൊക്കെ നടപ്പാക്കിയത് എന്താ പറഞ്ഞിരുന്നു. ഇതൊക്കെ പറഞ്ഞിരുന്നു. അവര് വന്ന് അവര് നോക്കി പോയി ഇതാക്കി പോയതായിട്ടേ ഉള്ളൂ. അവരെന്ത് പറഞ്ഞെന്നൊന്നും അതൊക്കെ ഇളയച്ചന്മാരോടാണ് പറഞ്ഞത്. അവരോട് ചോദിച്ചാല് നല്ല വിശദമായി അറിയാം. ഈ വാട്ടർ ടാങ്ക് അതൊരു ഭീഷണിയാണ്. അതും ഞങ്ങൾ പറഞ്ഞു ഇത്രയും പൊക്കത്തിൽ, അത് ഇത്രയും പൊക്കൊന്നും ഉണ്ടാവില്ല, നമ്മൾ സാധാ ടാങ്ക് അത്ര ഉണ്ടാവുള്ളൂ. ഇപ്പൊ കെട്ടിപ്പൊക്കി നോക്കുമ്പോ അങ്ങെത്തി. മണ്ണിട്ട് നികത്തിയതാണ്. ഇതെന്ന് വെച്ചാൽ മണ്ണിന് ഉറപ്പില്ല. പിന്നെ അങ്ങനെ ഉറപ്പില്ലാത്തൊരു മണ്ണാണിത്. അങ്ങനെയാണ് ആ താഴെ കെട്ടുപൊട്ടിയത്. ആവശ്യപ്പെടുന്നത്. അല്ലാണ്ട് ഞങ്ങക്ക് രാത്രി കിടന്നുറങ്ങണ്ടേ? ഉദ്യോഗസ്ഥരും ശരിക്കും ഒരു അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു. അവരെന്ന് വെച്ചാൽ വന്ന് നോക്കി പോയി കണ്ട് ഇതാക്കി അവര് പോകുള്ളൂ. അല്ലാണ്ട് ഇത് എന്ത് ചെയ്യാനൊന്നും തീരുമാനം അവരെടുത്തിട്ടില്ല. തൊട്ടടുത്ത വീട്ടിലാണ് തൊട്ടടുത്ത് വെച്ചാൽ അനിയന്മാരുണ്ട്, അവര് കൊണ്ടുപോകും ഞങ്ങളെ.